ഹായ് ഗൈസ്, ഇന്ന് ഒരു എന്താ പറയുക അതിമനോഹരമായ സ്ഥലം കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് നമ്മുടെ നാട് പാലക്കാട്. പാലക്കാടിലൊരു നല്ല എന്താ പറയുക പാറകളാൽ മൂടപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാൻ തോന്നുന്നു. അപ്പോൾ വരൂ പോവാം. അപ്പോൾ ഇതാണ് ആ സ്ഥലം. മോളാണ്, ആര്യയാണ് കേട്ടോ. ആര്യ പുല്ല് പറയ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ എന്താണെന്ന് പറയുക, ഒരുപാട് പാറകളുണ്ട്. പാറകൾ മൊത്തം പുല്ലാണ്. പുല്ല് ഉണങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ, എൻ്റെ കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ ഇതിനെ പുല്ല് ഉണങ്ങിക്കഴിഞ്ഞാൽ മുളി എന്ന് പറയുന്നത് വീടിൻ്റെ മേൽക്കുര നിർമ്മിക്കാനൊക്കെയാണ് മുളി ചെയ്യുന്നത്. ഇവിടെ ഇതൊന്നും ആവശ്യമില്ല ആർക്കും. പിന്നെന്താ പറയുക, ഈ വഴിയോരങ്ങളിൽ ചില ചെറിയ ചെറിയ കുടിലുകളൊക്കെ നിർമ്മിക്കുന്നില്ലേ, അവരൊക്കെ ഇവിടുന്ന് പുല്ല് കൊണ്ടുപോകുന്നത് ഞാൻ 2 ദിവസം മുന്നേ കണ്ടിട്ടുണ്ട്. ഒരു ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ പാറപ്പൂവ് എന്ന് പറയുന്ന സംഭവം. നമ്മുടെ ദീപാവലിക്കൊക്കെ ഈ കാസർഗോഡ് ആ ഭാഗത്തൊക്കെ പൊലിയന്ത്രം താട്ടുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ പൂ പിടിക്കുന്നത് ഇതിലാണ്, പാറപ്പൂ എന്ന് പറയുന്നത്. അതാണ് ഭയങ്കര മുള്ളാണ്. നിങ്ങളിപ്പോൾ പാറപ്പൂവിൻ്റെ ചെടി കാണാത്തവർ ഇതാണ്ട് കണ്ടിരിക്കുക. എന്താ പറയുക, അയ്യോ ഭയങ്കര, ഇതിപ്പോൾ പച്ചയോടെ ഭയങ്കര മുള്ളാണ്. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും എന്താ പറയുക ഒരു രക്ഷയില്ല, ഭയങ്കര വേദനയാണ്. അത് നമ്മൾ ഈ പാറ കണ്ടുകൊണ്ട് നമുക്ക് മുന്നിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ അവിടെ ആയിട്ട് എന്താ പറയുക പാറകളും ഉണങ്ങിയ പുല്ലുകളും ആയിട്ടുള്ള നല്ലൊരു പ്രദേശമാണ്. ഇങ്ങനെ എന്താ പറയുക നടന്ന് ഇവിടെ വീടിൻ്റെ അടുത്താണ്. കുറേ ദിവസമായി ഇങ്ങോട്ട് കയറണം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇന്നാണ്, അയ്യോ ഇവിടെയൊക്കെ മുള്ളാണ്, അതുകൊണ്ട് ഇന്നാണ് അതിന് സാധിച്ചത്. അവിടെയൊക്കെ പാറയായിട്ട് എന്താ പറയുക പുല്ല് മൂടിയിട്ടൊന്നും കാണുന്നില്ല. ഞാൻ കുറച്ച് നേരം പുല്ലിലൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു കാഴ്ച അറിയോ നിങ്ങൾക്ക്, ഇവിടെ ഒരു ശംഖിനെ കാണാൻ സാധിക്കും. പൊന്നെ ഇങ്ങോട്ട് വാ. ഇത് ആരും ഇവിടെ കൊണ്ടുവച്ചെന്ന് അറിയത്തില്ല. ഒരു ശംഖ് ഉണ്ട് കേട്ടോ, അടിപൊളി ശംഖാണ്, വലിയ ശംഖാണ്. എന്താ ഇവിടെ ഒരു ശംഖുണ്ട്, ഇവിടെ ഒരു ശംഖുണ്ട്. ഇല്ല, ഷെല്ലുണ്ടായിരുന്നു. ഷെല്ലുള്ള ശംഖാണ്. അതെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന് അറിയില്ല. എൻ്റെ മോള് ശംഖ് എന്ന് പറയുമ്പോൾ തന്നെ ഓടി വന്നിരിക്കുകയാണ്. റാബുവിനെ വിളിച്ചോണ്ട്. അപ്പോൾ അങ്ങനെ അവർ ആ ശംഖിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ. അപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പോവാം. വൈകുന്നേരത്തിൽ ഇവിടെ വന്നിട്ടിരിക്കാൻ നല്ല സുഖമായിരിക്കും. ഞാൻ എത്ര ദിവസമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ പോയാലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്താണ് വീട്. അപ്പോൾ വണ്ടികളൊക്കെ ഏതാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിങ്ങനെ വിചാരിക്കും പോവാമെന്ന് വിചാരിക്കും, പക്ഷെ സാധിച്ചില്ല. പക്ഷേ ഈ പുല്ലൊക്കെ എന്തെങ്കിലും വന്ന് കിടന്ന് കാണും. പാമ്പുകളൊക്കെ ഉണ്ടായാലും അറിയത്തില്ല. മതിലുള്ള പുല്ല് അങ്ങോട്ട് ചാഞ്ഞിരിക്കുകയാണ്. എൻ്റെ അമ്മ പാറമുള്ള് അല്ലേ, പാറമുള്ളെന്ന് പറഞ്ഞ സംഭവമാണ്. പാറമുള്ള് നമ്മുടെ കാലിൽ തറച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി എടുക്കണം. എങ്ങനെ എടുക്കും ഞാൻ? എന്താ മുള്ള് പൊന്നു, ചെരുപ്പില്ലാതെ വരില്ല. മുള്ളാണ്, മൊത്തം മുള്ളാണ്, പാറമുള്ള്. പക്ഷെ കാലിൽ തറച്ച് മുള്ള്. ചെരുപ്പിടാതെ ഒരു കാല് ചവിട്ടാന്ന് വെച്ചാൽ പറ്റില്ല, അത്രയ്ക്കും മുള്ളാണ്. ഇവിടെ എന്താണെന്ന് പറയുക, ഇവിടെ അങ്ങനെ പാറകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ചില പ്രദേശങ്ങളിൽ അവിടെ ആയിട്ട് ചെറുതായിട്ട് വലുതായിട്ട് പാറകളൊന്നും ഇല്ല, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതാണ്ട്
ഇത് നമ്മുടെ ആര്യക്കുട്ടിയാണ്. ആര്യക്കുട്ടി കുറച്ച് പുല്ലൊക്കെ പൊരിച്ചിട്ട് നമ്മുടെ മുയലിന് തീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുയൽ ജീവനില്ലെങ്കിലും പുല്ല് തിന്നാൻ ഭയങ്കര ഉഷാറാണ്. ജീവനില്ലാത്ത മുയലാണ്. പുല്ല് പറിച്ചിട്ട് കെട്ടാക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ആര്യക്കുട്ടി. മിട്ടുമുയലേ മിട്ടുമുയലേ. അപ്പോൾ അമ്മ മുയലാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ചെറിയ മുയലിന് ഒരുപാട് പുല്ല് പൊരിച്ച് കൊടുക്കുകയാണ് ആര്യക്കുട്ടി. ഇവിടെ രാജേട്ടനുണ്ട്, അവിടെ വരുന്നുണ്ട്. അങ്ങോട്ട് ക്യാമറ പിടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാമറ പിടിക്കുന്നില്ല. എങ്ങനെ ഞാൻ അപ്പുറത്തേക്ക് പോകും? നല്ല പതിയെ പതിയെ ചവിട്ടി മുള്ളിലൂടെ കണ്ടില്ലേ? പാറമുള്ളേ നീയൊരു കുത്തുന്ന മുള്ളല്ലേ, നീ കുത്തു കഴിഞ്ഞാൽ കാലിലെ രക്തം വരികില്ലേ. വല്ലാത്തൊരു പാട്ടായിപ്പോയി, ക്ഷമിക്കട്ടെ. വേറെ പാട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ പാട്ട് വരുന്നത്. ആഹാ, നല്ല മൈലാഞ്ചി ഡെക്കറേഷൻ പോലെ ഉണ്ട് കേട്ടോ പാറമുള്ളിനെ കാണാൻ. പാടം പൂത്ത മുള്ള് പാടാൻ വന്നു നീയും. ഓക്കെ. ഒന്ന് ചാടി നോക്കിയതാണ് സുരിതാമി എന്നും ചാടി ചാടി പോകും. അങ്ങനെയുള്ള സുനിതാമിയാണ് ഇപ്പോൾ ഇവിടെ ചാടിക്കൊണ്ടിരിക്കുന്നത്. എത്ര നാളായി ഒന്ന് വട്ടം കറങ്ങിയിട്ട്. അവിടേക്കൊന്ന് പിടിച്ചേക്കും. അവിടെ മോളുണ്ട്, അപ്പുറത്ത് അവിടെ മുള്ളുണ്ട് കേട്ടോ. അപ്പൊ ഇത് രാജേഷേട്ടൻ്റെ രാജേഷിന്റെ നാട്, ഇപ്പൊ നമ്മളുള്ള നാട്ടില് ഒരു എന്താ പറയാ കാഴ്ചയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടില്ല 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 എന്ന് പറയരുത്. കാണരുത് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ആര്യ ഭയങ്കര ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. പുല്ല് കാണുമ്പോൾ ആര്യക്ക് എന്നും ഡാൻസ് കളിക്കാനുള്ളൊരിതാണ്. ചാടിക്കളിക്കുകയാണ് ആര്യ. ഒപ്പം അവളുടെ ബണ്ണിക്കുട്ടനും ഉണ്ട്. അപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് നമ്മുടെ ചൂരിക്കായ തന്നെ ഇവിടെ നിന്ന് നിൽക്കുകയാണ്. പിന്നെ ചൂരിപ്പഴത്തിൻ്റെ ഒരു വീട് ചെയ്തതാണ് നമ്മൾ. ഇത് നോക്കിയേ, നമ്മുടെ ഡെക്കറേറ്റ് ബൾബ് മോഡലാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്ന വീഡിയോസ്
നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ.